വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCERT ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്കും ഇനി പഠിക്കാനിരിക്കുന്നവർക്കും റിവിഷൻ പോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നുണ്ട്. SCERT പാഠഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള SCERT ചോദ്യങ്ങൾ, അതുപോലെ തന്നെ SCERT പാഠഭാഗങ്ങൾ എന്നിവയൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ഒരു SCERT പാഠഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് നദികളെ കുറിച്ചിട്ടും ഉത്ഭവ നദികളും പോഷക നദികളും പ്രധാനപ്പെട്ട പോഷക നദികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ 9ാം ക്ലാസ്സിൽ SCERTയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് നദികളും അതിൻ്റെ പ്രധാന പോഷക നദികളുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. മഹാനദി എന്ന് പറയുന്ന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് റായ്പൂർ സ്ഥിതി ചെയ്യുന്നത്. റായ്പൂരിലെ സിംഹാവയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇനി അതിൻ്റെ മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്ബട്ടെല്ലാണ് പ്രധാന പോഷക നദികൾ. മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ്ബട്ടെല്ലാം. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മഹാനദി ഉൾക്കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. നെക്സ്റ്റ് ഗോദാവരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാന പോഷക നദികൾ പറഞ്ഞത്? ഇന്ദ്രാവതിയും ശബരി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്? പ്രൺഹിതയാണ് അല്ലേ. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരിയൊക്കെയാണ് ഗോദാവരിയുടെ പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ, ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. നെക്സ്റ്റ് കൃഷ്ണ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയ്ക്കാണ് കൃഷ്ണയുടെ പോഷക നദികൾ. തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് കൃഷ്ണ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി എന്നിവയൊക്കെ എന്താണ്? കാവേരിയുടെ പോഷക നദികളാണ്. തമിഴ്നാട്, കർണാടക, കേരളം എന്നിവകളിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് കാവേരി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മഹാനദി എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദിയാണ് ഇബ്ബട്ടെൽ. ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഇനി ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരിയാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെ ഒഴുകുന്നു. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് കൃഷ്ണയുടെ പോഷക നദികൾ. തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് ഒഴുകുന്നത്. കാവേരി കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി ആണ് പോഷക നദികൾ. കർണാടക, തമിഴ്നാട്, കേരളത്തിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് കാവേരി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതൊക്കെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അപ്പോൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ പറയുന്നത് എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഈ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും കൂടി നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി എന്നിവയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് നർമ്മദ, താപ്തിയാണ്. നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നർമ്മദ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നർമ്മദ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികളാണ് ഹിരൺബഞ്ചനാണ് പ്രധാന പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി
താപ്തി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ്. പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഗിർന. ഇനി നദീതടം ഉൾക്കൊള്ളുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ നർമ്മദ, അമർകണ്ടക് മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന പോഷക നദികളാണ് ഹിരൺ, ബൻജാൻ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി താപ്തി ഉത്ഭവിക്കുന്നത് മുൾത്തായ് മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ്. പ്രധാന പോഷക നദികളാണ് പൂർണ്ണ, ഗിർന. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങൾ, നമ്മുടെ രാജ്യം നിക്ഷേപിച്ച പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളെ നോക്കാം. ഇൻസാറ്റ് എന്ന് പറയുന്ന കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഏതാണ്? വാർത്താവിനിമയത്തിന് സഹായിക്കുന്നു. അപ്പോൾ വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് ആണ്. ഇൻസാറ്റിൻ്റെ പ്രധാന ഉപയോഗം ഏതാണ്? വാർത്താവിനിമയമാണ്. ഇനി എജുസാറ്റ് പേരിൽ തന്നെ ഉണ്ടല്ലേ. എജു എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്. എജുസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഏതാണ്? ഗതി നിർണയം. IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ജിസാറ്റ് 7 എമിസാറ്റും പ്രതിരോധത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7 എമിസാറ്റ് പ്രതിരോധം. ക്ലിയർ ആയല്ലോ? ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7 എമിസാറ്റ് പ്രതിരോധം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഈ IRNSS എന്ന് പറയുന്നത്? എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ IRNSS എന്ന് പറയുന്നത്. അപ്പോൾ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ചോദിക്കാറുണ്ട്. IRNSS ആണ്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളമാണ്. ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളമാണ്. നെക്സ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഏതാണ്? ബാക്ടീരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ബാക്ടീരിയയുടെ പേരെന്തായിരുന്നു? ഈക്കോളി എന്നാണ്. ആ ഒരു ഭാഗം ചോദിച്ചിരിക്കുന്നത് SCERT-യിൽ നിന്നാണ്. ജീവൻ്റെ താക്കോൽ, ശാസ്ത്രത്തിൻ്റെ സേഫിൽ എന്ന് പറയുന്ന തുടക്ക ഭാഗത്ത് തന്നെ പറയുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. എത്രയോ കാലം മുമ്പ് ശാസ്ത്രം ഏറ്റെടുത്ത വെല്ലുവിളിയാണ് കൃത്രിമമായിട്ട് ജീവൻ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ്. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും. അപ്പോൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ്? ഈക്കോളിയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് അത് വികസിപ്പിച്ചെടുത്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് കാണപ്പെടുന്നത്? കുടയിലും മണ്ണിലും ജീവിക്കുന്നതാണ് ഈക്കോളി ബാക്ടീരിയ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിക്കുന്നതാണ് ഐസോടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും ചോദിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഐസോടോപ്പുകളും അവയുടെ ഉപയോഗം നോക്കാം. അയഡിൻ 131 ഉപയോഗിക്കുന്നത്, അയഡിൻ 131 എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131. അയഡിൻ 131 ആണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. യുറേനിയം 235 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിലെ ഇന്ധനം എന്ന് പറയുന്നത് യുറേനിയം 235 ആണ്. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തലാണ് സോഡിയം 24ന്റെ ഉപയോഗം. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഏതൊക്കെ ഐസോടോപ്പുകളും അവയുടെ ഉപയോഗമാണ് പറയുന്നത്. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാമല്ലേ. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ, യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്. സോഡിയം 24 എന്നാണ് പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിനായിട്ട്. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഓരോ ഗ്രൂപ്പിനും എന്താണ്, ഓരോ മൂലക കുടുംബത്തിനെ പേരുണ്ട് അല്ലേ. ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. SCRT ചാപ്റ്റേഴ്സ് കെമിസ്ട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ പോയി കാണാം കേട്ടോ. ഇഷ്ടമുള്ള ക്ലാസ്സുകളൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. മൂലക കുടുംബത്തിൻ്റെ പേരെന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള മൂലകളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. 13ാമത്തേത് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തേത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. ഇത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വൈറ്റമിൻ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ നമുക്ക് വൈറ്റമിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യുമ്പോൾ പറയുന്ന കാരണം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലേ. നമുക്ക് നോക്കാം. നമുക്കറിയാം വൈറ്റമിൻ കേടാണ് അല്ലേ, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാണ് അല്ലേ. കേടാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേടാ എന്ന് പറയുന്ന കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേടാണ്, കൊഴുപ്പിൽ ലയിക്കുന്നവ കേടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ അല്ലേ, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. ക്യാരറ്റ്, ചീര, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എല്ലാ ഇലക്കറികളിലും കാണപ്പെടുന്നതാണ് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ആണ് കരൾ, ചേമ്പില, പയറില, മുരിങ്ങയില എന്നിവയിലേക്ക് കാണപ്പെടുന്നത്. ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിലും ഉള്ളത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. പാലുൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ ആണ്. ഏതാണ്? വൈറ്റമിൻ ഇ ആണല്ലേ, സസ്യ എണ്ണകളിലാണ് കാണപ്പെടുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഇ ആണ്, സസ്യ എണ്ണകളാണ്. നെക്സ്റ്റ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? കേബേജ്, ചീര, കോളിഫ്ലവറിൽ നിന്ന് കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതും
പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി വെള്ളത്തിൽ ലയിക്കുന്നവ ഏതാണ്? വൈറ്റമിൻ ബിയും സി ആണ് അല്ലേ? ബി-സി. വെള്ളത്തിൽ ലയിക്കുന്നവ എന്താണ്? ബി-സി ആണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യത്വം എന്നിവയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നത് വൈറ്റമിൻ ബി ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി കാണപ്പെടുന്നത് കൂടുതലും പഴങ്ങളിലും പച്ചക്കറികളിലാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ കാണപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അപ്പോൾ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിനെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ കാണപ്പെടുന്ന ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ എയുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? വൈറ്റമിൻ എയുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണല്ലേ? അപ്പോൾ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെയാണല്ലേ? കണ്ണുമ്മ ബാധിക്കുന്ന ഗ്ലോക്കോമ, സിറോഫ്താൽമിയൊക്കെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങളാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്? മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം? മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ആൾ വൈറ്റമിൻ നമ്മൾ പറയില്ലേ? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ആണ് മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? കാരണം നമുക്കറിയാലേ കുറേ വൈറ്റമിൻസ് കൊഴുപ്പ് ലയിക്കുന്നവയാണ്. നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി കൊഴുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ചില വൈറ്റമിൻസ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. അപ്പോൾ അത് കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻസൊക്കെ ലയിക്കുമോ? ഇല്ല അല്ലേ? ഏതെല്ലാം വൈറ്റമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കുളിക്കാറുണ്ട്. എന്തിനാണത്? വൈറ്റമിൻ ഡി കിട്ടുന്നതിനാണല്ലേ? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് നിശാന്തത. നമ്മൾ പറഞ്ഞില്ലേ കണ്ണ്, ത്വക്ക്, പല്ല് എന്നിവയ്ക്ക് സഹായിക്കുന്നത്, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് എന്നാണ് വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് നിശാന്തതയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല നിശാന്തതയുള്ള ആളുകൾക്ക്. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗം വായ്പുണ്ണാണ്. വായ്പുണ്ണ് എന്ന് വെച്ചാൽ എന്താണ്? വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നതാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം സ്കെർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? സ്കെർവിയാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം സ്കെർവിയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം എന്താണ്? കണയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം കണയാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ലക്ഷണം എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇനി ഇരുമ്പിൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? അനീമിയാണ് ഇരുമ്പിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. ലക്ഷണം എന്താണ്? രക്തക്കുറവ്, വിളർച്ച എന്നിവയ്ക്ക് അനീമിയ മൂലമുണ്ടാകുന്ന അനീമിയയ്ക്ക് കാരണമാകുന്ന ലക്ഷണങ്ങളാണ് അല്ലേ? ഇനി അയഡിൻ എന്ന് പറയുന്നത് എന്താണ്? അയഡിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് ഗോയിറ്റർ ആണ്. തൊണ്ടയിൽ മുഴ, ഗോയിറ്റർ മൂലമുണ്ടാകുന്ന രോഗമാണ് തൊണ്ടയിൽ മുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ എ നിശാന്തതയാണ്. വൈറ്റമിൻ എ നിശാന്തത. വൈറ്റമിൻ ബി വായ്പുണ്ണ്. വൈറ്റമിൻ സി സ്കെർവി. വൈറ്റമിൻ ഡി കണ, ഇരുമ്പ്, അനീമിയ, അയഡിൻ, ഗോയിറ്റർ. ഇതിൽ ഇത് ഫുള്ളും ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ സി ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറ്റമിൻ സി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ അയഡിൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും എന്താണെന്നുള്ളതാണ്.
അപ്പം നമുക്കറിയാമല്ലേ നിരവധി പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട്. ബൽവന്ത മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും ഒക്കെ എന്താണ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളാണ്. ഏത് ഭാഗത്തിലാണ് പഞ്ചായത്ത് രൂപീകരണം പറയുന്നത്? 40-ലാണല്ലേ, അനുച്ഛേദം 40-ലാണ് പഞ്ചായത്ത് രൂപീകരണം പറയുന്നത്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ശുപാർശ 1957-ലാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രകാരം ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയൊക്കെ എന്താണ് ത്രിതല പഞ്ചായത്തിൽ വരുന്നവയാണ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കായിരിക്കും. മേൽനോട്ടവും സംഘടനവും ജില്ലാ പരിഷത്തിനായിരിക്കും. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കായിരിക്കും. മേൽനോട്ടവും സംഘടനവും ജില്ലാ പരിഷത്തിനായിരിക്കും. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വന്നതാണ്. അതുപോലെ തന്നെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്കുള്ള പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വന്നതാണ് അല്ലേ. ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പഞ്ചായത്തിനാണ് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ഉണ്ടായിരിക്കുക. മേൽനോട്ടവും സംഘടനയും ഒക്കെ ജില്ലാ പരിഷത്തിനായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങൾക്കുള്ള പരോക്ഷ തെരഞ്ഞെടുപ്പൊക്കെ എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വന്നതാണ്. നെക്സ്റ്റ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ. 1978-ലാണ് അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത്. ദ്വിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ ദ്വിതല പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താണ് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവയായിരിക്കാം. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല എന്ന് പറയുന്നത് ജില്ലാ പരിഷത്തിനായിരിക്കും. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. അതായത് നമ്മൾ ദ്വിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മണ്ഡല പഞ്ചായത്തും ജില്ലാ പരിഷത്തും ഉണ്ട്. ഇതിൽ ജില്ലാ പരിഷത്തിനാണ് ജില്ലാതല ആസൂത്രണ ചുമതല ഉണ്ടായിരിക്കുക. മണ്ഡൽ പഞ്ചായത്തുകൾക്കാണ് ഗ്രാമങ്ങളുടെ ചുമതല ഉണ്ടായിരിക്കുക. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കാണ് ഭരണഘടനാ സാധ്യത എന്ന് പറയുന്നത്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത എന്താണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ പ്രകാരം വന്നതാണ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത. ഇനി പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ന് പറയുന്നത് എന്താണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ പ്രകാരം വന്നതാണ്. ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന ഈ പഞ്ചായത്തി രാജിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത അശോക് മേത്ത കമ്മിറ്റി ശുപാർശ പ്രകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണല്ലോ, എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം.